സോ ഹായ് ഓൾ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അനോവയെ കുറിച്ചാണ്. കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ എക്കണോമെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട്. അനോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഡമ്മി വേരിയബിൾ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് മാത്രമല്ല ഒരു റിഗ്രഷൻ മോഡൽ വരുമ്പം പഠിക്കാനായിട്ടുള്ളത്. അവിടെ നമുക്ക് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസും കാണും. അപ്പം അങ്ങനെ നമ്മളുടെ ക്വാളിറ്റേറ്റീവ് വേരിയബിള് വരുന്ന സമയത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ആണ് അനോവ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനോവയുടെ പൂർണ്ണമായിട്ടുള്ള പേര് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ്. ഇവിടെ ബേസിക്കലി നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയാണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. അതായത് നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഡിപെൻഡന്റ് വേരിയബിളും ഇത് നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളാണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്ന്. ഡിപെൻഡന്റ് വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്പ്ലെയിൻഡ് വേരിയബിൾസ് എന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ സപ്പോസ് നമ്മളുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്ന് പറയുന്നത് അവ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമോഡിറ്റി പർച്ചേസ് ചെയ്യുന്നു, ഇപ്പം അതിന്റെ ഒരു സൈക്കോളജിക്കൽ മാനർ ആണ് നമുക്ക് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാനുള്ളതെങ്കിൽ അവിടെ ബേസിക്കലി എന്തായി, അത് ക്വാളിറ്റേറ്റീവ് ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലെ. അപ്പൊ ആ ക്വാളിറ്റേറ്റീവ് നേച്ചർ ആണ് സപ്പോസ് പൊസസ് ചെയ്യേണ്ടതെങ്കിൽ അതിനെ നമ്മൾ ബേസിക്കലി അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ അനോവ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി നോക്കുന്നത്, അല്ലെങ്കിൽ അനോവയോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് ഓവറോൾ റിഗ്രഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മൊത്തത്തിൽ നമ്മളെ മോഡൽ എങ്ങനെയാണ്, എന്തെങ്കിലും തരത്തിലുള്ള ഇംപെർഫെക്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇംപെർഫെക്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇംപെർഫെക്ഷനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെ മൊത്തത്തിലുള്ള ഒരു കൺസേൺ ആണ് നമുക്ക് ബേസിക്കലി അനോവ ഓഫർ ചെയ്ത് തരുന്നത്. അനോവയെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായി സാധിക്കും. വി ഹാവ് വൺ വേ അനോവ, ഓൺ ദ സെയിം ഹാൻഡ് വി ഹാവ് ടു വേ അനോവ. അപ്പൊ വൺ വേ അനോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളൊരു സിംഗിൾ ക്രൈറ്റീരിയയുടെ ബേസിസിൽ മാത്രമാണ് ടാബുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രോപ്പ് പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുകയാണ്. ഈ ക്രോപ്പ് പ്രൊഡക്ഷന്റെ ഏരിയയിൽ ജസ്റ്റ് നമ്മൾ എന്ത് നോക്കുകയാണ്, നമ്മൾ ഫെർട്ടിലൈസറിന്റെ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത് മുഖാന്തരം എന്ത് സംഭവിക്കുന്നു നോക്കിയിട്ട് ജസ്റ്റ് ഒരൊറ്റ ഫാക്ടർ മാത്രം ഇവിടെ അനലൈസ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ വേ അനോവ. ഒരൊറ്റ ഫാക്ടർ മാത്രമേ നമ്മൾ അവിടെ കൺസേൺ ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ വേ അനോവ. ടു വേ അനോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ എന്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, രണ്ട് ക്രൈറ്റീരിയയുടെ അനാലിസിസിലാണ്, അല്ലെങ്കിൽ രണ്ട് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് നമ്മൾ സപ്പോസ് സിങ്ക്രണൈസേഷനിലേക്ക് പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി ടു വേ അനോവ എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ക്രോപ്പിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതില് വി ബേസിക്കലി ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഫെർട്ടിലൈസർ നമ്മൾ എടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫെർട്ടിലൈസറിന്റെ ആപ്ലിക്കേഷൻ നമുക്കറിയാം. ക്രോപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ആ ക്രോപ്സിൽ നല്ല രീതിയിൽ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താവാനുള്ള സാധ്യത ഉണ്ട്, അപ് ടു സം എക്സ്റ്റെന്റ് വരെയെങ്കിലും മൊബിലൈസ്ഡ് ആകാനും ഇൻഫ്ലുവൻസ്ഡ് ആകാനും ഒക്കെയുള്ള പോസിബിലിറ്റീസ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫെർട്ടിലൈസറിന്റെ കണ്ടീഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സീഡ് ക്വാളിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല രീതിയിലുള്ള ക്വാളിറ്റേറ്റീവ് സീഡ്സും എന്ത് ചെയ്യാം, നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ വളരെ ഇമ്മൻസ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഫാക്ടർ മാത്രമല്ല രണ്ട് ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ട് നമ്മുടെ റിസൾട്ട് ടാബുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ടു വേ അനോവ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരൊറ്റ ക്രൈറ്റീരിയ മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
വൺ വേ അനോവ. രണ്ട് ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ ടു വേ അനോവയാണ്. ഒരു ക്രൈറ്റീരിയ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനെ ബേസിക്കലി നമ്മൾ വിളിക്കുന്നത് വൺ വേ അനോവ എന്നാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യം നോക്കാം. If observations are grouped based only on a single criteria, it is called as option A, one way ANOVA, option B, two way ANOVA, option C, ANOVA, option D, ANCOVA. എന്തായിരിക്കും ആൻസർ വരിക? നമ്മൾ പഠിച്ചു ക്വാളിറ്റേറ്റീവ് വേരിയബിളിന്റെ കേസ് വരുമ്പോഴാണ് അനോവ ഉപയോഗിക്കുക. അനോവയുടെ കൂടെ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എഫ് ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എഫ് ടെസ്റ്റ് ഓവറോൾ റിഗ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എഫ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച കണ്ടീഷൻസ് എന്തായിരുന്നു? പിന്നെ നമ്മൾ പഠിച്ചത് രണ്ട് രീതിയിലാണ് ഉള്ളത്. വൺ വേ അനോവ ഉണ്ട്, ടു വേ അനോവ ഉണ്ട്. വൺ വേ അനോവ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ക്രൈറ്റീരിയ മാത്രം ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ വൺ വേ അനോവ. രണ്ട് ക്രൈറ്റീരിയ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ there comes two way ANOVA. ഇതാണ് ബേസിക്കലി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. The question is, ഒരു സിംഗിൾ ക്രൈറ്റീരിയയുടെ ബേസിസിൽ മാത്രം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ അവയെ വിളിക്കുന്ന പേരെന്താ? എന്താ വിളിക്കുക? വൺ വേ ആണോ, ടു വേ ആണോ, അനോവ എന്നാണോ, ജസ്റ്റ് അനോവ എന്നാണോ, അതോ ജസ്റ്റ് അൻകോവ എന്നാണോ? എന്താ വിളിക്കുക? എല്ലാരും യെസ്, വൺ വേ അനോവ എന്നാണ് വിളിക്കുക അല്ലെ. എല്ലാരും റെസ്പോണ്ട് ചെയ്യുക. വൺ വേ അനോവയാണ് വരിക അല്ലെ. അപ്പൊ ഒരൊറ്റ ക്രൈറ്റീരിയയുടെ ബേസിസിൽ മാത്രം വരികയാണെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ വേ അനോവ. രണ്ട് ക്രൈറ്റീരിയയുടെ ബേസിസിലാണെങ്കിൽ ടു വേ അനോവ. അതേപോലെ തന്നെ വി ഹാവ് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ആപ്ലിക്കേഷൻ. സോ ഇത്രയും ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് ഡമ്മി വേരിയബിൾ നമ്മൾ പഠിച്ചതാണ്. ഡമ്മി വേരിയബിൾസും അതേപോലെ തന്നെ അതിന്റെ സീസണൽ ആപ്ലിക്കേഷനും നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബേസിക്കലി നമ്മൾ ഡമ്മി വേരിയബിൾസിന്റെ കേസസ് വരുന്ന സമയത്ത് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ് ബേസിക്കലി എവിടെ വരുന്നത്? നമ്മുടെ ഡമ്മി വേരിയബിൾസിൽ നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സീസണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതും വളരെയധികം നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഗവേൺ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഐസ്ക്രീം, അതേപോലെ തന്നെ അംബ്രല്ല, ഇതൊക്കെ ഒരു സീസണൽ ചേഞ്ചസ് ആണ് വരുന്നത്. അതായത് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നല്ല മഴയുള്ള സമയമാണെങ്കിൽ നമ്മൾ ആരും എന്ത് ചെയ്യില്ല? ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പ്രിഫർ ചെയ്യില്ല, കാരണം ഓൾറെഡി ഇറ്റ് ഇസ് ഹെവി റെയിനിങ്, റൈറ്റ്? അംബ്രല്ല നല്ല ചൂടായാലും ശരി, മഴക്കാലമായാലും ശരി, ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് വരുന്നത് അംബ്രല്ലയ്ക്ക് മഴക്കാലത്ത് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അതിന്റെ യൂസ് വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ബേസിക്കലി പലതരത്തിലുള്ള സീസണൽ ഫാക്ടേഴ്സും നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതൊന്നും നമ്മളായിട്ട് ചെയ്യുന്നതല്ല, മറിച്ച് ഓട്ടോമാറ്റിക്കലി വന്നു ചേരുന്നത്. നമ്മളായിട്ട് ചെയ്യുന്നതല്ല. ഈ സീസണൽ ഫാക്ടേഴ്സിന്റെ ഇമ്പാക്ട് ഒന്നും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സീസണൽ ഫാക്ടേഴ്സ് നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റഡിയിൽ എന്ത് സംഭവിക്കും? മാനിപ്പുലേഷൻസ് വരാം, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോയിലേക്ക് വരെ അത് റിസൾട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇമ്പാക്ട്, ഈ സീസണാലിറ്റിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമുക്ക് റെഡ്യൂസ് ചെയ്തേ മതിയാവുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ സീസണാലിറ്റിന്റെ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഡീസീസണലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസീസണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഫാക്ടേഴ്സ് സീസണലൈസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസിന്റെ ഒക്കെ ബേസിസിൽ നമ്മളുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു എക്സ്റ്റെന്റ് വരെ ഓക്കെയാണ്, പക്ഷെ ബിയോണ്ട് ദാറ്റ് ഇറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ്. അപ്പൊ അതിന്റെ ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് ഡീസീസണലൈസേഷൻ
ടെൻഡൻസീസ് എന്ന് പറയുന്നത്. ഡീസീസണലൈസേഷന് വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ഡമ്മി വേരിയബിളിന്റെ അപ്ലിക്കേഷൻ തന്നെയാണ്. ഈ ഡമ്മി വേരിയബിൾസ് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മളുടെ സ്റ്റഡി കുറച്ചുകൂടെ പെർഫെക്റ്റ് ആകും. കാരണം ഈ ഡമ്മി വേരിയബിളിൽ തന്നെ പറയുന്നത് എന്താ, ഇത് മാത്രമല്ല വേറെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി ഇത് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാ വെച്ചാല് എക്കണോമെട്രിക് മോഡൽ ഇങ്ങനെയായിരിക്കും. YT അതായത് ബേസിക്കലി നമ്മളുടെ പറയാണ് ഇപ്പൊ സെയിൽസ് ഓഫ് റെഫ്രിജറേറ്ററിന്റെ സെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ആൽഫ ബീറ്റ 1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ആൽഫ 1 D1T പ്ലസ് ആൽഫ 2 D2T പ്ലസ് ആൽഫ 3 D3T പ്ലസ് ആൽഫ 4 D4T പ്ലസ് UT. അപ്പൊ അതായത് ഇവിടെ YT എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്ററിന്റെ സെയിൽസ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് അതായത് 1T 2T 3T 4T പറയുന്നത് 4 സീസണുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 4 സീസണുകളിലും എത്ര റെഫ്രിജറേറ്റർ പ്രിഫർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഫസ്റ്റ് സീസണില് നമുക്ക് സെയിൽസ് 100 എത്തി, സെക്കൻഡ് സീസണില് അത് 80 എത്തി, തേർഡ് സീസണിൽ അത് 150, ഫോർത്ത് സീസണിൽ അത് 40. സോ ഓരോ സീസണിന്റെയും ഗവേണിംഗ് ഫാക്ടർ അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, അതിന്റെ പ്രിഫറൻസിലും ബേസിക്കലി ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ. ഇതെന്താ, ദിസ് ഇസ് അതർ ഫാക്ടേഴ്സ്. നമ്മുടെ ഒരു സ്റ്റഡിയുടെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് സിംഗിൾ ഫാക്ടേഴ്സ് മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കണ്ടീഷൻ ഉള്ളത്, വേറെ പല രീതിയിലുള്ള എന്തുണ്ട് നമുക്ക് ഫാക്ടേഴ്സും ഇമ്പാക്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റഡിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ജസ്റ്റ് എക്സ് ഓർ വൈ ഫാക്ടറിന് മാത്രമല്ല നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, there are multiple factors. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മൾ കൺസേൺ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യണം, പ്രൊസീഡ് ചെയ്യുകയും ചെയ്യണം. അപ്പം ഒരു സീസണൽ ഇമ്പാക്ട് ചില ഫാക്ടേഴ്സ് അല്ലെ ചില വേരിയബിളിന് ഒരു സീസണൽ ഇമ്പാക്ട് കാണും. അപ്പൊ ആ സീസണൽ ഇമ്പാക്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡീസീസണലൈസേഷൻ എന്ന് പറയുന്നത്. സീസണൽ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി എന്തായിട്ട് പറയുന്നത്, ഡീസീസണലൈസേഷൻ ടെൻഡൻസി എന്നുള്ളതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസ്റ്റുലേറ്റ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മളുടെ ഡീസീസണലൈസേഷൻ ഡമ്മി വേരിയബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, which of the following best describes deseasonalization? Option A, adjusting data to remove the effect of seasonal variations. Option B, incorporating seasonal patterns into the data set. Option C, manipulating data to exaggerate seasonal fluctuations. Option D, ignoring seasonal trends in data analysis. So ഇവിടെ എന്തായിരിക്കും റൈറ്റ് ആൻസർ? ഡീസീസണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്, adjusting data to remove the effect of seasonal variation, incorporating seasonal patterns into data set, manipulating data to exaggerate seasonal fluctuations, ignoring seasonal trends in data analysis. So എന്തായിരിക്കും ആൻസർ വരിക? Right answer will be
യെസ്, എന്തായിരിക്കും ആൻസർ വരിക? ഡീസീസണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡിയുടെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് സീസണൽ ഫാക്ടേഴ്സിന്റെ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. സോ ഇവിടെ എന്താ റൈറ്റ് ആൻസർ വരിക? എല്ലാരും ചാറ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ ആൻസർ പോസ്റ്റ് ചെയ്യുക. എന്തായിരിക്കും വരിക? ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സീസണൽ വേരിയേഷൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മളുടെ സ്റ്റഡി ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള വേരിയബിൾസ് നമ്മുടെ സ്റ്റഡി ഏരിയയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു പരിധി വരെയെങ്കിലും റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. അതിനാണ് നമ്മളിത് സഹായിക്കുന്നത്. നെക്സ്റ്റ് പാനൽ ഡാറ്റ. ഇതൊക്കെ വളരെ ഷോർട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, പക്ഷെ പഠിച്ചിട്ട് പോകണം. കാരണം നിർബന്ധമായിട്ടും അവിടുന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പാനൽ ഡാറ്റ, പാനൽ ഡാറ്റ, അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഡാറ്റ, അതുപോലെ തന്നെ ടൈം സീരീസ് ഡാറ്റ, ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ പഠിച്ചു വെക്കാം. അപ്പം ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമില്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, സിറ്റീസ്, ഇവരെ കുറിച്ചുള്ള ഡാറ്റയെയാണ് നമ്മൾ ബേസിക്കലി ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇത് റാൻഡം സാമ്പിളിന്റെ ബേസിസിലാണ് വരുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമില് നമ്മൾ ഒരുപാട് ഇൻഡിവിജ്വൽസിനെ കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഒരുപാട് ഫേംസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ബൾക്ക് ഓഫ് ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ അറ്റാറൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമില് നമ്മൾ ഒരുപാട് ഡാറ്റ അസിമുലേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then there is time series data. Time series data എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ രാജ്യത്തെ GDP നെ കുറിച്ച് നമ്മൾ മെഷർ ചെയ്യാണ്. അപ്പൊ GDP നെ കുറിച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 2022 എത്രയായിരുന്നു GDP, 2023 എത്രയായിരുന്നു GDP. സോ ഒരു ടൈം പീരീഡിന്റെ ബേസിസിൽ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ എടുത്തിട്ട് വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ ദി പർവ്യൂ ഓഫ് അനാലിസിസ്. അപ്പൊ അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ അതിനെയാണ് ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നു, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ വി ആർ ഗോയിങ് ഫോർ അനാലിസിസ്. അതിനെയാണ് ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. അടുത്ത നിങ്ങൾക്ക് പാനൽ ഡാറ്റ അല്ലെങ്കിൽ ലോങ്കിറ്റ്യൂഡിനൽ ഡാറ്റ എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സെൻസസ് അല്ലെ, നോർമൽ ആയിട്ടുള്ള സെൻസസ് ആണെങ്കിൽ 10 വർഷം കൂടുമ്പോഴും അഗ്രികൾച്ചർ സെൻസസ് ആണെങ്കിൽ 5 വർഷം കൂടുമ്പോഴുമാണ് നമ്മൾ ടാബുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ പാനൽ ഡാറ്റ അല്ലെങ്കിൽ ലോങ്കിറ്റ്യൂഡിനൽ ഡാറ്റയുടെ ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു കണ്ടിന്യൂസ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറിജിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മളുടെ സ്റ്റഡീനെ ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ഇൻഫ്ലുവൻസും ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ സെൻസസ് ഡാറ്റയിലേക്ക് പോകുമ്പോൾ സെയിം ഇൻഡിവിജ്വൽസിനെ തന്നെയാണ്, അവർ ജീവനോടെ ഉണ്ടെങ്കിൽ സെയിം ഇൻഡിവിജ്വൽസിനെ തന്നെയാണ് നമ്മൾ പലപ്പോഴായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്റർവ്യൂ ചെയ്യാനും ഡാറ്റ അസംബിലേറ്റ് ചെയ്യാനും കളക്ട് ചെയ്യാനും ഒക്കെ പോണത്. അവിടെ വർഷങ്ങൾ മാറുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ 2020 നമ്മൾ കളക്ട് ചെയ്ത പിന്നെ 2030 ഇവരുണ്ടെങ്കിൽ ഇവരെ തന്നെയാണ് നമ്മൾ പോയി എന്ത് ചെയ്യുന്നത്? ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ വർഷങ്ങളിൽ ചേഞ്ച് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്തിൽ ചേഞ്ച് വരുന്നില്ല? നമ്മൾ അസിമുലേറ്റ് ചെയ്യുന്ന ഡാറ്റയുടെ ബേസിസിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരുന്നില്ല. അപ്പൊ ഈ പാനൽ ഡാറ്റ അല്ലെങ്കിൽ ലോങ്കിറ്റ്യൂഡിനൽ ഡാറ്റയുടെ ഒക്കെ ഗുണങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ആയാലും അതേപോലെ ടൈം സീരീസ് ഡാറ്റയുടെ ആയാലും എല്ലാത്തിന്റെയും ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എഫിഷ്യന്റ് യൂസ് ഓഫ് ഡാറ്റയാണ്.
നമുക്ക് ഡാറ്റ വളരെയധികം പക്കയാക്കിയിട്ട് പ്രോമിസ് ചെയ്യാനായി പറ്റും. അതേപോലെ തന്നെ വളരെ പക്കയായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ടാബുലേറ്റ് ചെയ്യുന്നത്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോ ഒന്നും വരാനുള്ള സാധ്യതയില്ല. കാരണം ഒരേ വേരിയബിളിനെ തന്നെ പല ടൈം പീരീഡിന്റെ ബേസിസിൽ നമ്മൾ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ മിസ്റ്റേക്സ് വരില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് നമുക്ക് ഹെട്രോജീനിറ്റി ഇല്ലാണ്ടാക്കാൻ പറ്റും. നമ്മുടെ സ്റ്റഡിയില് എപ്പോഴും നമ്മുടെ സ്റ്റഡിയിൽ ഒരു ഹോമോജീനിറ്റി ഫാക്ടർ ഉണ്ടാവണം. അതായത് ഒരുപോലെയുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഒരു ടാബുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ്. നെക്സ്റ്റ് ഇസ് ഡൈനാമിക് അനാലിസിസ്. നമ്മൾ സ്റ്റഡിയുടെ ഏരിയയിലേക്ക് പോകുമ്പോൾ ഡൈനാമിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോസൽ ഇൻഫറൻസ് കിട്ടണം. അതായത് പലപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്തേണ്ടതായിട്ട് സാധ്യം വരും. അതേപോലെ തന്നെ നമ്മുടെ ഹൈപ്പോതെസിസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ സ്റ്റഡിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു കമ്പോണന്റ് ആണ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോതെസിസിനെ വളരെ കൃത്യമായിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ടാബുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് പ്രോബ്ലംസ്. നമുക്കറിയാം ടെൻറ്റേറ്റീവ് ആയിട്ട് എപ്പോ വേണമെങ്കിലും മാറാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് ഈ ഹൈപ്പോതെസിസ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈപ്പോതെസിസ് നമുക്ക് ക്ലിയർ കട്ടായിട്ട് അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒറിജിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹൈപ്പോതെസിസ് ഒറിജിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുവോ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പോളിസി ഇവാലുവേഷന് വേണ്ടി നമ്മൾ വളരെയധികം സഹായിക്കാറുണ്ട്. അതായത് നമുക്ക് പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഈ പോളിസീസ് ഗവൺമെന്റിനൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് സഹായകരാവുന്നത്. അപ്പൊ ഗവൺമെന്റിന് ഇതിങ്ങനെ പോസ്റ്റുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിങ്ങനെ നമുക്കൊരു അപ് ടു സം എക്സ്റ്റെന്റ് വരെയെങ്കിലും ഇതിന്റെ ഒരു യൂസ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ടാബുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് പ്രോബ്ലം ആയിരിക്കും. അപ്പം കൃത്യമായി ടൈം പീരീഡ് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ആ ടൈം പീരീഡിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, പ്രൊസീഡ് ചെയ്യാനായിട്ട്. പക്ഷെ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന് ഡാറ്റ കളക്ഷൻ ടെക്നിക്ക്. അതായത് ഇപ്പൊ നമ്മൾ 10 വർഷം മുമ്പ് ഡാറ്റ കളക്ട് ചെയ്ത വ്യക്തി ഇന്നും ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ് മൈറ്റ് ബി എ ക്വസ്റ്റ്യനബിൾ തിങ്. അപ്പം അത് ചിലപ്പോൾ ഒരു പ്രശ്നമാവാം. നെക്സ്റ്റ് സെലക്ഷൻ ബയസ്. അതായത് നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് സപ്പോസ് പക്കയല്ല, നമ്മൾ എടുക്കുന്ന സാമ്പിളിന് വളരെ സ്പഷ്ടമായിട്ട് റിസൾട്ട് ഒറിജിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അതും പലതരത്തിലുള്ള പ്രോബ്ലംസിന് കാരണമാകും. അതേപോലെ മിസ്സിംഗ് ഡാറ്റ വരാം. അതായത് നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇറേഴ്സ് പോസ്റ്റുലേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റി വരിക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ അത് എന്തിന് കാരണമാകാനുള്ള സാധ്യതകളുണ്ട്, ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് ഏരിയകളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസിലേക്ക് ഈൽഡ് ചെയ്യാതെ വളരെ കൃത്യമായി ഡാറ്റ പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എങ്കിൽ പാരൽ ഡാറ്റ, ടൈം സീരീസ് ഡാറ്റ, ക്രോസ് സെക്ഷണൽ ഡാറ്റ ഇതെല്ലാം യൂസ്ഫുൾ ആണ്. ഇനി അങ്ങനെയല്ല, അതിന് കൃത്യമായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാനായിട്ടോ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഇനി പാനൽ ഡാറ്റ ആയാലും ഏതൊരു ഡാറ്റ ആയാലും അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് SPSS എന്ന് പറയുന്നത്, ദ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ ദ സോഷ്യൽ സയൻസ് റിസർച്ച്. SPSS ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജനറലി ഇതിനെ ഫോർമുലേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇതൊരു സിങ്ക്രണൈസേഷൻ ഏരിയയിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമ്മളോട് ചോദിക്കുന്ന ഡാറ്റയാണ് പാനൽ ഡാറ്റ ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ cross-sectional data, option B time series analysis,
Option C, longitudinal analysis. Option D, univariate analysis. So the right answer എന്താ? പാനൽ ഡാറ്റയെ നമ്മൾ എന്തായിട്ടും വിളിക്കാറുണ്ട്? നമ്മൾ പഠിച്ചു. പാനൽ ഡാറ്റയെ we also call it as what? പാനൽ ഡാറ്റയെ നമ്മൾ longitudinal ഡാറ്റ എന്ന് വിളിക്കാറുണ്ട്. ഓപ്ഷൻ സി longitudinal analysis ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ. ആക്ച്വലി കുറച്ചുകൂടെ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് econometrics എന്ന് പറയുന്നത്. Now you have time series analysis. Time series analysisലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് ടൈം പീരീഡില് ഒരു വേരിയബിൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വൺ ഓർ മോർ വേരിയബിൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ടൈം സീരീസ് അനാലിസിസിൽ നമ്മൾ ആക്ച്വലി മെഷർ ചെയ്യുന്നത്. Say for example, we have GDP, we have consumer price index, we have wholesale price index, we have many more things, അല്ലെ? അപ്പൊ അത് എങ്ങനെയാണ് നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി എങ്ങനെയാണ് വരുന്നത്, ഡിഫറെന്റ് ടൈം പീരീഡ്സിൽ എങ്ങനെയാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് ടൈം സീരീസ് അനാലിസിസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ തന്നെ ഇക്കണോമെട്രിക്സ്, ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് ഇക്കണോമെട്രിക്സിന്റെ മേഖലയിലാണ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമെട്രിക്സ്, അതേപോലെ തന്നെ ഫൈനാൻസ്, അതേപോലെ തന്നെ വെദർ ഫോർകാസ്റ്റിംഗ്, അതേപോലെ എർത്ത് പ്രഡിക്ഷൻസ്, ഇതിനൊക്കെയാണ് നമ്മൾ ബേസിക്കലി എന്തുപയോഗിക്കുന്നത്? ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ടൈം സീരീസ് അനാലിസിസ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന് ഗ്രേറ്റ് ലെവൽസ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ടൈം സീരീസ് അനാലിസിസിന് നമുക്ക് പലതായിട്ട് പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് യൂണിവേരിയേറ്റ് ടൈം സീരീസ് എന്ന് പറയുന്നത്. യൂണിവേരിയേറ്റ് ടൈം സീരീസ് എന്ന് പറയുന്നത്. യൂണിവേരിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ സിംഗിൾ വേരിയബിൾ മാത്രമായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിംഗിൾ ഒബ്സർവേഷൻ മാത്രമായിരിക്കും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, മന്ത്ലി റിട്ടേൺസ് ഡാറ്റ ഓഫ് എ സ്റ്റോക്ക്. ഒരു സ്റ്റോക്കിന്റെ ഒരൊറ്റ വേരിയബിളെ നമ്മൾ എടുത്തോളൂ അല്ലെ, സ്റ്റോക്കിന്റെ. ഈ സ്റ്റോക്കിന്റെ മന്ത്ലി റിട്ടേൺസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരൊറ്റ പെർട്ടിക്കുലർ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എങ്ങനെയാണ് ടൈം പീരീഡിന്റെ ബേസിസിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈം പീരീഡിന്റെ ബേസിസിൽ ഫോർമാറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത്. അപ്പൊ ഈ ടൈം സീരീസിന്റെ ഏരിയ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പല രീതിയിലാണ് നമുക്ക് ഇതിനെ ബേസിക്കലി ഇതിന്റെ ഷേപ്പുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഉണ്ട്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ട്രെൻഡ് വരുന്നത്. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ എടുക്കുകയാണ്, ഇവിടെ ഇയർ വെക്കുന്നു, എന്നിട്ട് നമ്മളിവിടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആണ് നോക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, അതായത് നമുക്ക് ഇവിടെ നമ്മളെ ഇയർ എന്നുള്ള പോസ്റ്റുലേഷൻസിലേക്ക് പോകാതെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുക. അതായത് യു ക്യാൻ പ്ലോട്ട് ഓൺ y ആക്സിസ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. ഇവിടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി നിങ്ങൾ ടാബുലേറ്റ് ചെയ്യുന്നു, ഇവിടെ ഇയർ ആണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇയർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, വർഷം കൂടുന്നതിനനുസരിച്ച് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി പറഞ്ഞാൽ കുറഞ്ഞു വരുന്നു. സപ്പോസ് ദിസ് ഇസ് 2000, ദിസ് ഇസ് 2001, 2002, 2003. വർഷം കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. അപ്പൊ ഇതെന്താണ്? ദിസ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, താഴത്തോട്ടാണ് ഇത് ഡിക്ലൈൻ ചെയ്യുന്നത് അല്ലെ. ഇനി നൗ യു ഹാവ് അപ്വേർഡ് സ്ലോപ്പിംഗ്. അപ്വേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് നമ്മളുടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ GDP എടുക്കുവാണ് എന്ന് വിചാരിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ഇയർ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് GDP ഉണ്ട്. സോ വാട്ട് യു ക്യാൻ ഒബ്സർവ് ഇസ്, നമ്മളിവിടെ എന്ത് ചെയ്യണു, നമ്മുടെ GDPന്റെ ട്രെൻഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇവിടെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നും, മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് അപ്വേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് എന്നും പറയാനായിട്ട് പറ്റും. ഇനി അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിറ്റ് ഡാറ്റ ഉണ്ട്.
ട്രാൻസിറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഇതില് ഒന്നാമത്തത് ക്വാഡ്രാറ്റിക് ട്രെൻഡ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് നമുക്ക് ലീനിയർ ട്രെൻഡ് ആണ്. ക്വാഡ്രാറ്റിക് ട്രെൻഡും ഉണ്ട്, ലീനിയർ ട്രെൻഡും ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇയർ വരുന്നു, ഇവിടെ നമുക്ക് ബേസിക്കലി എന്തെങ്കിലും ഒരു ഫാക്ടർ ആണ്, നമ്മൾ GDP തന്നെ എടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് ഇമേജ് വരുന്നത്. ആദ്യം കുറച്ച് കൂടുന്നു, പിന്നെ കുറച്ച് കുറയുന്നു, പിന്നെ കൂടുന്നു, കുറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ടെൻഡൻസി വരുന്ന സമയത്ത് ഇവിടെ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ട്രാൻസിറ്റ് ഡാറ്റ. പറഞ്ഞ ഒരു നോർമൽ ആയിട്ടുള്ള ഡാറ്റ പ്രോസസ്സോ അല്ലെ നോർമൽ ആയിട്ടുള്ള ഒരു ഫോർമേഷനോ അല്ല അവിടെ ബേസിക്കലി വരുന്നത്. ഇനി ടൈം സീരീസിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള കമ്പോണൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ദ വെരി ഫസ്റ്റ് വൺ ഇസ് ട്രെൻഡ്. നമ്മൾ ടൈം സീരീസിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാ അതിന്റെ ഫാക്ടർ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ അതിന്റെ മൊബിലൈസേഷൻ വരുന്നത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാ വരുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒന്ന് നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നമായിട്ട് മാറും. അടുത്തത് സീസണൽ ക്യാരക്ടർ. അത് ഇമ്പോർട്ടന്റ് ആ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സീസണൽ വേരിയേഷൻസ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതിപ്പോ ഓൾ ടുഗെദർ ആയാലും ശരി, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റിന്റെ ഏരിയയിലായാലും ശരി, സീസണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് സൈക്ലിക്കൽ ഫാക്ടർ. സൈക്ലിക്കൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് സെക്ടർ, അതായത് ബിസിനസ് മേഖലയുടെ ഏരിയയിൽ വരുന്ന സമയത്ത് സൈക്ലിക്കൽ ഇൻഫ്ലുവൻസസ് നമ്മളുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സൈക്ലിക്കൽ ഫാക്ടേഴ്സ് വളരെ സ്പഷ്ടമായി വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം, അതിനെ നമ്മൾ റെപ്രസെന്റും ചെയ്തിരിക്കണം. ഇനി ബേസിക്കലി നമ്മൾ പറയുന്നത് ഈ ഒരു ടൈം സീരീസ് എന്തിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മളുടെ ഒരു എന്താ പറയാ എക്കണോമിയുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സ്റ്റഡി ഏരിയയിലേക്ക് പോകുമ്പോൾ ഇൻഫ്ലേഷണറി കണ്ടീഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് സ്റ്റഡി അണ്ടർടേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ് അറിയേണ്ടതായിട്ട് വരും. അതായത് പ്രൊഡക്ട്സിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് ബേസിക്കലി വരുന്നത് എന്നൊക്കെ അറിയണം. അതേപോലെ ഗോൾഡ് അല്ലെങ്കിൽ സിൽവറിന്റെ മേഖലയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാ അതിന്റെ ടെൻഡൻസീസ് മാറുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് മോർട്ട്ഗേജ് ഇൻട്രസ്റ്റ് റേറ്റുകളെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യുകയും സ്റ്റഡി നടത്തുകയും ഒക്കെ വളരെ വളരെ ആവശ്യകരമാണ്. ഇല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനും നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം സഹായിക്കാറുണ്ട്. അപ്പൊ ഇത്രയും നമ്മളിന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മളിന്ന് പഠിച്ചത് അനോവയെ കുറിച്ച് പഠിച്ചു. ക്വാളിറ്റേറ്റീവ് വേരിയബിളിന്റെ കേസിലാണ് അനോവ വരുന്നത്. രണ്ട് തരത്തിലാണ് അനോവാസ് ഉള്ളത്. യു ഹാവ് വൺ വേ അനോവ ആൻഡ് ടു വേ അനോവ. വൺ വേ അനോവ സിംഗിൾ ക്രൈറ്റീരിയ, ടു വേ അനോവ ഡബിൾ ക്രൈറ്റീരിയ ആണ് വരുന്നത്. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. ഇനി നമ്മൾ എന്ത് പറഞ്ഞു, ഡീസീഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡിയെ പലതരത്തിലുള്ള സീസണൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യണം. അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ടെൻഡൻസിയാണ് ഡീസീസണലൈസേഷൻ. പാനൽ ഡാറ്റ, ക്രോസ് സെക്ഷണൽ ടൈം സീരീസ്. പാനൽ ഡാറ്റയെ ലോങ്കിറ്റ്യൂഡിനൽ എന്നും വിളിക്കും. ക്രോസ് സെക്ഷണൽ ആകുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓവർ എ ടൈം പീരീഡ് ആണെങ്കിൽ ടൈം സീരീസ് അനാലിസിസ് ആണ്. പാനൽ ഡാറ്റയെ വേറൊരു പേരാണ് ലോങ്കിറ്റ്യൂഡിനൽ ഡാറ്റ. സെൻസസ് ആണ് ദ വെരി ബെസ്റ്റ് എക്സാമ്പിൾ. ടൈം സീരീസ് അനാലിസിസിലേക്ക് പോകുന്ന സമയത്ത് ഒരു വേരിയബിളിനെ കുറിച്ച് മൾട്ടിപ്പിൾ ടൈം പീരീഡിൽ നമ്മൾ ഡാറ്റ അസിമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ബേസിക്കലി യൂണിവേരിയേറ്റ് ആകുമ്പോൾ ഒരൊറ്റ ടൈം പീരീഡ് മാത്രമായിരിക്കും അവിടെ നമ്മൾ സിങ്ക്രണൈസ് ചെയ്യുന്നത്. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോൺ സ്റ്റേഷനറി ഓർ നോൺ സ്റ്റേഷനാരിറ്റി. എക്കണോമെട്രിക്സ് തീരാനായി, നമുക്ക് ഒരു അരമണിക്കൂറും കൂടി ഇന്ന് കുറച്ചുകൂടെ, അതായത് ഒരു ടോപ്പിക്കും കൂടെ കവർ ചെയ്യാണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വിൽ ബി ഏബിൾ ടു ഫിനിഷ് എക്കണോമെട്രിക്സ്. നോൺ സ്റ്റേഷനാരിറ്റി
ടൈം സീരീസ്. നോൺ സ്റ്റേഷനാരിറ്റിയുടെ ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് അവിടെ ബേസിക്കലി സ്റ്റേഷനറി അല്ല എന്ന് വിചാരിക്കുക. അതായത് ഒരു പെർട്ടിക്കുലർ വേരിയബിള് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ വേരിയബിളിന്റെ ടെൻഡൻസി അല്ലെങ്കിൽ ആ വേരിയബിളിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല, സ്റ്റേഷനറി അല്ല എന്ന് വിചാരിക്കുക. സ്റ്റേബിൾ അല്ല, സ്റ്റേഷനറി അല്ല എന്ന് വിചാരിക്കുക. ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് ഒരു പെർട്ടിക്കുലർ വേരിയബിളില് റാപ്പിഡ് ആയിട്ട് ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക, റാപ്പിഡ് ആയിട്ട് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ വേരിയബിളിന്റെ റീസൺ ഔട്ട് അല്ലെങ്കിൽ ആ വേരിയബിളിന്റെ പെർഫോമൻസ് ഒരിക്കലും എന്തല്ല, ഒരു കോൺസ്റ്റന്റ് റേഷ്യോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഏരിയയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലക്ച്വേഷൻസ് വെച്ചിട്ടാണ് അതിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഫോർമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നതാണ് നോൺ സ്റ്റേഷനാരിറ്റി. ഒരു സ്റ്റേഷനാരിറ്റി ഒരേ പാറ്റേണിലല്ല മൂവ് ചെയ്യുന്നത്, ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് എന്നാണെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും അതെന്താണ്, അത് സ്റ്റേഷനറി അല്ല, ഇറ്റ് ഇസ് നോൺ സ്റ്റേഷനാരിറ്റി. മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അങ്ങനെ, അതായത് അങ്ങനെയുള്ള ടൈം സീരീസ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ GDP എടുക്കുന്നു. GDP എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ടെൻഡൻസി അല്ല ഒരു 10 വർഷം മുമ്പുള്ളത്. ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്, അല്ലെങ്കിൽ അവിടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ബേസിക്കലി വിളിക്കുന്ന പേരാണ് നോൺ സ്റ്റേഷനാരിറ്റി ടൈം സീരീസ് അനാലിസിസ്. അതായത് അതിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ പറയുകയാണ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്. പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസിന്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ട് അല്ലെ. സെക്യൂരിറ്റീസിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നതിൽ ഫ്ലക്ച്വേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഫ്ലക്ച്വേഷൻസും എന്ത് ചെയ്യാനുള്ള ഗവേണിംഗ് ഫാക്ടർ ഉണ്ട്, നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ അതും ടൈം സീരീസ് തന്നെയാണ്. ഓരോ ടൈം പീരീഡിലാണ് ഫ്ലക്ച്വേഷൻ വന്നത്. സോ അഗെയിൻ അതും എന്ത് തന്നെയാണ്, ടൈം സീരീസ് അനാലിസിസ് തന്നെയാണ്. അപ്പൊ അതിനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് റാൻഡം വാക്ക് മോഡൽസ്. ഈ റാൻഡം വാക്ക് മോഡൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഇമ്പാക്ട് വന്നിട്ടുള്ളത് മുതലായ കാര്യങ്ങളെ കുറിച്ച് വളരെ സ്ട്രക്ചറൈസ് ചെയ്യാനും റീസൺ ഔട്ട് ചെയ്യാനും റിസൾട്ട്സ് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ടും നമ്മളെ സഹായിക്കും. ഇവിടെ നമ്മൾ ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇന്നത്തെ വില നോക്കി നാളത്തെ വില എങ്ങനെയായിരിക്കും എന്നാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഗോൾഡിന്റെ കേസൊക്കെ വരുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ ആകുന്നത്. നമുക്ക് അറിയാൻ പറ്റും ഇന്നത്തെ വില ഇന്ന് നമ്മൾക്ക് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത് അല്ലെ മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നാളെയും ഇതിന്റെ അല്ലെങ്കിൽ നാളെ ഇതിന്റെ റേറ്റ് ഇങ്ങനെയാണ് ആവാൻ സാധ്യതയുള്ളത്, കൂടാനാണ് സാധ്യതയുള്ളത് അല്ലെങ്കിൽ കുറയാനാണ് സാധ്യതയുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കും അല്ലെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചുമ്മാ നമ്മൾ പ്രൊസീഡ് ചെയ്യാതെ ഓരോ കാര്യങ്ങളും ഫ്യൂച്ചറിൽ ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർസ്പെക്റ്റീവിൽ ഇന്ന രീതിയിലായിരിക്കാം പോവാൻ സാധ്യത ഉള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രഡിക്ഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ പ്രഡിക്ഷൻ നടത്തുന്ന സമയത്ത് അത്തരത്തിലുള്ള വേരിയബിൾസും നമുക്ക് എന്ത് ചെയ്തേ മതിയാവുള്ളൂ, നമുക്ക് മെഷർ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളുടെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനെയാണ് നോൺ സ്റ്റേഷനാരിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുക, വാട്ട് ഈസ് എ നോൺ സ്റ്റേഷനാരിറ്റി time series? So option A time series whose statistical properties change over time. Option B, a time series whose statistical properties remain constant
over time. Option C, a time series with only positive values. Option D, a time series with only negative value. So എന്തായിരിക്കും റൈറ്റ് ആൻസർ? നോൺ സ്റ്റേഷനാരിറ്റി എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻസ് വരുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന കമ്പോണൻസിനാണ് നമ്മൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോൺ സ്റ്റേഷനാരിറ്റി ട്രെൻഡ് ഒരുപോലെ അല്ലാത്ത ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ്. കാരണം നമുക്ക് എന്താണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്? ചേഞ്ചസ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് അല്ലെ. ഈ ചേഞ്ചസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോൺ സ്റ്റേഷനാരിറ്റിന്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പെർട്ടിക്കുലർ ഡാറ്റ സ്റ്റേഷനറി ആണോ അതോ നോൺ സ്റ്റേഷനറി ആണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സ്റ്റേഷനാരിറ്റി ആൻഡ് നോൺ സ്റ്റേഷനാരിറ്റി പ്രിൻസിപ്പിൾസ് മെഷർ ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റ് നോയ്സ് എന്ന് പറയുന്ന മെത്തേഡാണ്. വൈറ്റ് നോയ്സ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു പെർട്ടിക്കുലർ അനാലിസിസ് ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ അനാലിസിസ് എങ്ങനെയാണ്, അതായത് അതിൽ വലിയ രീതിയിൽ ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ടോ അതോ ബേസിക്കലി എങ്ങനെയാണ് ആ വേരിയബിള് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഗോൾഡിന്റെ വിലയാണെങ്കിൽ ഇന്നത്തെ ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി എന്തായിട്ടാ പറയുന്നത്? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇന്നലത്തെ ഗോൾഡിന്റെ വില പ്ലസ് വേറെ പല ഫാക്ടേഴ്സും വരും അല്ലെ. അതായത് സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇയർ ജനുവരി 1 എന്ന് പറയുന്ന ഒരു വർഷം അല്ലെങ്കിൽ ജനുവരി 2 എന്ന് പറയുന്ന ഒരു ഡേറ്റ് എടുക്കുവാണ്. അതിന്റെ ഗോൾഡിന്റെ വിലയാണ് എനിക്ക് അറിയേണ്ടതെങ്കിൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ജനുവരി 1. ജനുവരി 1 എങ്ങനെയായിരുന്നു ഗോൾഡിന്റെ വില എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ജനുവരി 2 ഇത് ഇങ്ങനെയായിരിക്കും ഗോൾഡിന്റെ വില എന്ന്. അപ്പൊ ഇത് മാത്രമല്ല ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഒരുപാട് തരത്തിലുള്ള എക്സ്ട്രാ വേരിയബിൾസും ബേസിക്കലി നമ്മളുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഒരു UT എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ആക്ച്വലി ഈ ഒരു മോഡലില്, അതായത് ഇത് നമ്മൾ ഇപ്പൊ എഴുതിയിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് മോഡലാണ്. ഇതില് ഈ UTനെ നമ്മളൊരു പേര് വിളിക്കും. അതിനെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ വൈറ്റ് നോയ്സ് ഇറർ ടേം എന്ന് വിളിക്കും. ഇതിനെ ഒരു പേര് വിളിക്കും. ഇതിനെ നമ്മൾ വൈറ്റ് നോയ്സ് ഇറർ ടേം എന്ന് വരും. അത് ഇറർ ടേം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്റ്റഡിയെ പുറത്തു നിന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് വേരിയബിൾസ് കാണും. അപ്പൊ ആ വേരിയബിൾസിനെയാണ് നമ്മൾ ബേസിക്കലി ഇവിടെ ഈ ഒരു ഇറർ ടേം എന്നുള്ളത് കൊണ്ട് പോസ്റ്റുലേറ്റ് ചെയ്തത്. ഇവിടെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. എപ്പോഴും ഏത് തരത്തിലുള്ള അനാലിറ്റിക്കൽ ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ പോയാലും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. ഇനി ഇത് കൂടാതെ നമുക്ക് സ്റ്റേഷനാരിറ്റി നോൺ സ്റ്റേഷനാരിറ്റി മെഷർ ചെയ്യാനായിട്ട് ഒരുപാട് തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ട്. ആ ടെസ്റ്റുകളാണ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇലിയോട്ട് റോത്തൻബർഗ് സ്റ്റോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഷ്മിഡിറ്റ് ഫിലിപ്സ് ടെസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിലിപ്സ് പെറോൺ ടെസ്റ്റ്, അതുപോലെ തന്നെ യു ഹാവ് സൈവോട്ട് ആൻഡ്രൂസ് ടെസ്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. സോ യു ഹാവ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ്, എലിയോട്ട് റോത്തൻബർഗ് സ്റ്റോക്ക് ടെസ്റ്റ്, ഷ്മിഡിറ്റ് ഫിലിപ്സ് ടെസ്റ്റ്, ഫിലിപ്സ് ഇറർ ടെസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബേസിക്കലി എന്തുണ്ട്? പെറോൺ ടെസ്റ്റ് എന്നാണ്, സൈവോട്ട് ആൻഡ്രൂസ് ടെസ്റ്റ്. അപ്പൊ ഇത്രയും ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്തിൽ അവൈലബിൾ ആണ്? ഈ ഒരു പെർട്ടിക്കുലർ മേഖലയിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി പഠിച്ചിരിക്കുന്നത് അനോവ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ആണ്.
എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ക്വാളിറ്റേറ്റീവ് ആകുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലുണ്ട്. വൺ വേ അനോവ ഉണ്ട്, ടു വേ അനോവ ഉണ്ട്. വൺ വേ അനോവ പറയുമ്പോൾ സിംഗിൾ ക്രൈറ്റീരിയ, ടു വേ അനോവ പറയുമ്പോൾ ടു ക്രൈറ്റീരിയ ആണ്. ഇവിടെ പിന്നെ പഠിച്ചത് നമ്മൾ എന്താണ്, ഡമ്മി വേരിയബിൾസ് ആണ്. സീസണൽ വേരിയേഷൻസ് അല്ലെങ്കിൽ സീസണൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ നമ്മൾ അവിടെ ബേസിക്കലി എന്ത് ഉപയോഗിക്കും, ഡമ്മി വേരിയബിൾസ് എന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ് ചെയ്യും. ഡമ്മി വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യും, ക്രിസ്റ്റൽ ക്ലിയർ ആയി അല്ലെങ്കിൽ ഒരു പെർസെപ്ഷനോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് സെക്ഷൻ, ഒരു പോയിന്റ് ഓഫ് ടൈം, ടൈം സീരീസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. പാനൽ ഡാറ്റ ലോങ്കിറ്റ്യൂഡിന് വരുമ്പം സെൻസസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടൈം സീരീസ് ഡാറ്റ വരുന്ന സമയത്ത് ഡിഫറെന്റ് ടൈം പീരീഡ്സിലുള്ള പെർസെപ്ഷൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ നോൺ സ്റ്റേഷനാരിറ്റി ഉണ്ട്. നോൺ സ്റ്റേഷനാരിറ്റിയിലേക്ക് പോകുമ്പോൾ സ്റ്റേബിൾ അല്ല വരുന്നത്, ഇറ്റ് ഗോസ് ഓൺ കണ്ടിന്യൂയിങ്, അതായത് ഫ്ലക്ച്വേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഇതിലെ വൈറ്റ് നോയ്സിന്റെ അപ്ലിക്കേഷൻ ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഉണ്ട്, അപ്വേർഡ് സ്ലോപ്പിംഗ് ഉണ്ട്, ട്രാൻസിറ്റ് ഡാറ്റ ഉണ്ട്. ഇവിടെ കമ്പോണൻസ് വരുമ്പം നമുക്ക് ബേസിക്കലി ട്രെൻഡ്, സീസണൽ, സൈക്ലിക്കൽ ആണ് വരുന്നത്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നമുക്ക് ഒരു സെഷനോട് കൂടി, ഒന്ന് വേണ്ട, ഒരു ഹാഫ് ആൻ അവർ സെഷനോട് കൂടി തന്നെ ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. So I hope this is clear for all. Am I clear?